ഡോക്ട്രൈൻ ഓഫ് എസ്റ്റോപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനലി ഈ ഡോക്ട്രൈൻ ഓഫ് എസ്റ്റോപ്പിളിനെ പറ്റി പറയുന്നത് നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ അകത്താണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ സെക്ഷൻ 115 115ാമത്തെ സെക്ഷനിൽ ഇപ്പോൾ എവിഡൻസ് ആക്ട് മാറിയിട്ടുണ്ട്. BSA ഭാരതീയ സാക്ഷി അധിനിയമായിട്ടുണ്ട്. 123 ഭാരതീയ സാക്ഷി അധിനിയത്തിൻ്റെ 123 എന്ന് പറഞ്ഞ സെക്ഷനിലാണ് ഡോക്ട്രൈൻ ഓഫ് എസ്റ്റോപ്പിൾ എന്ന നിയമത്തെ പറ്റി പറയുന്നത്. എസ്റ്റോപ്പിൾ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് വളരെ എളുപ്പമുള്ളൊരു കോൺസെപ്റ്റാണ്. പൊതുവെ കുട്ടികൾ ഇതൊരു ബുദ്ധിമുട്ടുള്ള ഏരിയയാണ് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ടഫാണെന്നൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും വളരെ എളുപ്പമുള്ള ഒരു ഭാഗമാണ് എസ്റ്റോപ്പിൾ. ആ ഒരു കോൺസെപ്റ്റിൻ്റെ അർത്ഥം ജസ്റ്റ് ആ ഒരു ടേമിൽ തന്നെ കിടക്കുന്നുണ്ട്. എസ്റ്റോപ്പിൾ ആ ഒരു വാക്കിലോട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ യു ക്യാൻ സി എസ്റ്റോപ്പിൾ. സ്റ്റോപ്പ് എന്നൊരു വാക്ക് കാണുന്നുണ്ടോ? യെസ്, ഇതിൻ്റെ മീനിങ് സ്റ്റോപ്പ് തന്നെയാണ്, നിർത്തിക്കുക. ഒരു ഫ്രഞ്ച് ടേമാണ്. എസ്റ്റോപ്പിൾ ഈസ് സെഡ് ടു ഹാവ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദി ഫ്രഞ്ച് ടേം. ഒരു ഫ്രഞ്ച് ടേമാണ് എസ്റ്റോപ്പിൾ എന്നുള്ള വാക്ക്. ഫ്രഞ്ചിൽ നിന്ന് വന്നിട്ടുള്ളൊരു വാക്കാണ്. അതിൻ്റെ അർത്ഥം ഷട്ട് ദി മൗത്ത്, വായ അടപ്പിക്കുക എന്നാണ് അതിൻ്റെ ലിറ്ററൽ മീനിങ്. അല്ലെങ്കിൽ അവസാനിപ്പിക്കുക, സ്റ്റോപ്പ് ചെയ്യിക്കുക എന്നതാണ്. എന്താണ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്? വൺസ് ഒരാൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു, ഞാൻ ഇന്ന് രാവിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാനാണ്, ഞാനാണ് ഈ കമ്പനിയുടെ ഓണർ, അപ്പോൾ ഈ കമ്പനിയുടെ ലയബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു. നാട്ടുകാർ അവരെല്ലാവരും കേട്ടതാണ്. വൈകുന്നേരം ആയപ്പോൾ കമ്പനിക്ക് ഒരു ഇഷ്യൂ വന്നു. ശരിക്കും ഞാൻ ആ ഒരു കമ്പനിയുടെ ഓണറും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഒരു കമ്പനി വളരെ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നാട്ടുകാർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നാട്ടുകാർ ഈ കമ്പനി അടപ്പിക്കാൻ വന്ന നേരത്ത് ഞാൻ പറഞ്ഞു, ഞാനാണ് ഇതിൻ്റെ ഓണർ, ഇതിൻ്റെ ലയബിലിറ്റി ഞാൻ ഏറ്റെടുത്തോളാം. ഞാൻ വൺസ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. വൈകുന്നേരം ആയപ്പോഴേക്കും നാട്ടുകാർ വന്നപ്പോൾ ഞാൻ മാറ്റി പറഞ്ഞു. അത് ഞാൻ വെറുതെ പറഞ്ഞാണ്, ശരിക്കും ഞാൻ ആ കമ്പനിയുടെ ഓണറൊന്നും അല്ലാന്ന്. ആ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വെറുതെ പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് ആ ഒരു ലയബിലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് വരാൻ പറ്റുമോ? പറ്റൂല എന്നാണ് ഈ ഡോക്ടറയിൽ പറയുന്നത്. വൺസ് ഒരാൾ ഒരു മാറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അയാൾക്ക് അതുമൂലം എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്, അയാൾ പറഞ്ഞ വാക്കിലൂടെ അയാൾക്ക് എന്തെങ്കിലും ലയബിലിറ്റി ഏറ്റെടുക്കേണ്ട വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, പിന്നെ അയാൾ മാറ്റി പറയാനാണ്. ഒറിജിനലി അയാൾ അതല്ല എന്ന് മാറ്റി പറഞ്ഞാൽ പോലും അങ്ങനെ അയാൾക്ക് മാറ്റാൻ പറ്റൂല, തിരുത്താൻ പറ്റൂല. വൺസ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അത് ഓൾവേസ് ആണ്, അത് സബ്സിക്വൻ്റ് ആയിട്ട് ഡിനൈ ചെയ്യാൻ ഇയാൾക്ക് സാധിക്കൂല എന്നാണ് ഈ ഡോക്ടറയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു അഷുറൻസ് കൊടുക്കുന്നതാണ്, മിസ്റ്റർ ബി എന്ന വ്യക്തിയുടെ ഏജൻ്റാണ് ഞാൻ, അല്ലെങ്കിൽ ബി എന്ന വ്യക്തിയുടെ മാസ്റ്ററാണ് ഞാൻ, ബി എന്ന വ്യക്തി എന്ത് ചെയ്താലും ഞാൻ നോക്കിക്കോളാം എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു. ശരിക്കും ഞാൻ ബി എന്ന വ്യക്തിയെ എൻ്റെ സർവൻ്റ് ആക്കിയിട്ടൊന്നുമില്ല, ഞാനൊരു തമാശക്ക് പറഞ്ഞതാണെന്ന് വിചാരിക്കാം. എങ്കിൽ പോലും ബി എന്തെങ്കിലും അപകടങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സിക്വൻ്റ് ആയിട്ട് ഒറിജിനലി ശരിക്കും ബി എൻ്റെ മാസ്റ്ററൊന്നും അല്ലല്ലോ, എൻ്റെ സർവൻ്റ് അല്ല, ഒറിജിനലി അല്ല, ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ പിന്നീട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇത് മാറ്റി ഡിനൈ ചെയ്യാൻ പറ്റൂല. ഏതെങ്കിലും ലയബിലിറ്റിക്ക് ബി കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം എനിക്ക് കിട്ടും ആസ് എ മാസ്റ്റർ. ഒറിജിനലി ഞാൻ മാസ്റ്റർ ആണോ എന്ന് ചോദിച്ചതിനാൽ അല്ല, ഡോക്ട്രിൻ ഓഫ് എസ്റ്റോപ്പിൾ എന്ന് പറഞ്ഞ നിയമപ്രകാരം ഞാൻ മാസ്റ്ററായി മാറിയതാണ്. എസ്റ്റോപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ? എസ്റ്റോപ്പിൾ സെക്ഷൻ 115 BSAയുടെ സെക്ഷൻ 123ലും ഇന്ത്യൻ എവിഡൻസ് ആക്ടിൻ്റെ സെക്ഷൻ 150ലും പറയുന്നുണ്ട്. വെൻ വൺ പേഴ്സൺ, എസ്റ്റോപ്പിൾ എന്ന് പറഞ്ഞ നിയമത്തിൽ പറയുന്നത്, ഒരാൾ ബൈ ഹിസ് ഡിക്ലറേഷൻ, അദ്ദേഹം ഒരു വാക്കിലൂടെ, ആക്ട് ഓർ ഒമിഷൻ, ഒന്നുകിൽ പ്രവൃത്തി അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്ന ഒരു സിറ്റുവേഷനിലൂടെ ഒരാൾ ഇൻറ്റൻഷനലി കോസ് ഓർ പെർമിറ്റഡ് അനദർ ടു ബിലീവ് എ തിങ് ടു ബി ട്രൂ, മറ്റൊരാളെ ഒരു കാര്യം സത്യമാണ് എന്ന് വിചാരിപ്പിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നാട്ടുകാരുടെ അടുത്ത് പറഞ്ഞു ബി എന്ന വ്യക്തി എൻ്റെ സർവൻ്റ് ആണെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു വാക്കിലൂടെ ഇൻറ്റൻഷനലി ഞാൻ മറ്റുള്ള ആളുകളെ വിശ്വസിപ്പിച്ചു ഇയാൾ എൻ്റെ സർവൻ്റ് ആണെന്ന്. എങ്കിൽ ആൻ ആക്ട് അപ്പോൺ സച്ച് ബിലീഫ്, ആ ഒരു ബിലീഫിൻ്റെ പുറത്ത് പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്താൽ നൈദർ ഹി ഓർ ഹിസ് റെപ്രസെൻറ്റേറ്റീവ്സ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ എനിക്കോ എൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനോ, ഷാൾ ബി അലൗഡ് ഇൻ എനി സ്യൂട്ട് ഓർ പ്രൊസീഡിംഗ് ബിറ്റ്വീൻ ഹിംസെൽഫ് ആൻഡ് സച്ച് അതർ പേഴ്സൺ ഓർ ഹിസ് റെപ്രസെൻറ്റേറ്റീവ് ടു ഡിനൈ ദി ട്രൂത്ത് ഓഫ് ദാറ്റ് തിങ്. ഒരു സ്യൂട്ട് ഫയലൈസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞ് ഡിനൈ ചെയ്യാനുള്ള റൈറ്റ് എനിക്ക് ഉണ്ടാവില്ല. അപ്പോൾ ബി എന്ന വ്യക്തി എന്തെങ്കിലും അപകടം ഉണ്ടാക്കിയ നാട്ടുകാർ എനിക്കെതിരെ കേസ് കൊടുക്കും. കോടതി പോകുമ്പോൾ ഞാൻ പറയുന്നതാണ്, കോടതി ശരിക്കും അയാൾ എൻ്റെ സർവൻ്റ് ഒന്നുമല്ല, ഞാനന്ന് വെറുതെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. വൺസ് ഒരു മാറ്റർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഡിക്ലെയർ ചെയ്ത ആൾ അതിൻ്റെ കോൺസിക്വൻസസ് ഏറ്റെടുക്കണം. സബ്സിക്വൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, എനിക്ക് ആ പറഞ്ഞ കാര്യം തെറ്റാണ് എന്ന് സബ്സിക്വൻ്റ് പ്രൊസീഡിങ്സിലോ സ്യൂട്ടിലോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിനൈ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഡോക്ട്രൈൻ ഓഫ് എസ്റ്റോപ്പിൾ പ്രകാരം ഒറിജിനലി അയാൾ എൻ്റെ സർവൻ്റ് അല്ല എങ്കിൽ പോലും ഡോക്ട്രൈൻ ഓഫ് എസ്റ്റോപ്പിൾ എന്ന റൂള് പ്രകാരം അയാൾ സർവൻ്റായി മാറും. അപ്പോൾ എസ്റ്റോപ്പിളിൽ പറയുന്നത്
ഇറ്റ് ഈസ് എ ലീഗൽ റൂൾ that prevents someone from stating a position inconsistent with the previously stated opinion. നേരത്തെ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് രണ്ടാമത് പറയാൻ പാടില്ല എന്നാണ് ഈ ഒരു റൂളിൽ പറയുന്നത്. രണ്ടാമത് പറയാൻ അയാളെ അനുവദിക്കൂല, അയാളുടെ വായ അടപ്പിക്കും. നേരത്തെ പറഞ്ഞതല്ലേ, അതാണ് സത്യം. രണ്ടാമത് പറഞ്ഞത് ഈവൻ ദോ സത്യമാണെങ്കിലും അതിന് അംഗീകാരമില്ല, നിന്റെ വായ അടക്ക്, നീ നേരത്തെ പറഞ്ഞതാണ് ശരി. രണ്ടാമത് മാറ്റി പറയാൻ ഇതെന്താ തോന്നിവാസോ? രണ്ടാമത് അങ്ങനെ മാറ്റി പറയാൻ പറ്റൂല, അങ്ങനത്തെ ഒരു പ്രൊവിഷൻ ഇല്ല, നിന്റെ വായ അടക്കൂ എന്നാണ് ഈ ഡോക്ടറേയും പറയുന്നത്. അപ്പോൾ ഈ ഡോക്ടറയിലൂടെ ഒരാളെ ചെയ്യിപ്പിക്കുന്നത് വൺസ് ഒരാളൊരു മാറ്റർ പറഞ്ഞാൽ അത് സത്യമാണ്, ഈവൻ ദോ ഫാക്റ്റ് അതൊരു സത്യമല്ല എങ്കിൽ പോലും സബ്സിക്വൻ്റ് ആയിട്ട് അത് ഡിനൈ ചെയ്യാൻ ഒരാൾക്ക് റൈറ്റ് ഇല്ല. ഡിനൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ ഡോക്ടറൈൻ അയാളുടെ വായ അടപ്പിക്കും, അയാൾക്ക് ഡിനൈ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല എന്ന് ഈ ഡോക്ടറൈൻ അയാളോട് പറഞ്ഞു കൊടുക്കും. ഇതാണ് ഡോക്ടറിൻ ഓഫ് എസ്റ്റോപ്പിൾ എന്ന് പറഞ്ഞ നിയമത്തിൻ്റെ അകത്ത് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എക്സാംസിൻ്റെ പെർവ്യൂവിൽ ചോദിക്കാറുണ്ട്. ഡോക്ടറിൻ ഓഫ് എസ്റ്റോപ്പിൾ എന്നുള്ളത് നല്ല രീതിക്ക് വിശദീകരിച്ച ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആസ്പെക്റ്റിൽ പഠിച്ചു വെക്കുക. BSA സെക്ഷൻ 123 മെൻഷൻ ചെയ്ത് വേണം ഈ ഡോക്ടറിൻ ഓഫ് എസ്റ്റോപ്പിൾ എന്ന് പറഞ്ഞ റൂള് എഴുതാൻ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.